ഉദ്യോഗസ്ഥ ഒത്താശയോടെ നിരോധിത പെലാജിക് വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിനെതിരെ സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി ഏങ്ങണ്ടിയൂരിലെ മത്സ്യഭവൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തീരക്കടൽ ട്രോളിംഗ് പൂർണ്ണമായും നിരോധിക്കുക, വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം പിൻവലിക്കുക, മത്സ്യബന്ധന യാനങ്ങളുടെ വാർഷിക ഫീസ് വർധന പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആന്റണി കുരിശിങ്കൽ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്ന ട്രോളിംഗ് ബോട്ടുകാരുടെ പെലാജിക് വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തം അവസാനിപ്പിക്കണമെന്നും നിയമത്തെ വെല്ലുവിളിച്ച് നടത്തുന്ന കടൽ കൊള്ളയ്ക്ക് അറുതി വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മത്സ്യമേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി സംസ്ഥാന പ്രസിഡന്റ് PV ജനാർദ്ദനൻ ആവശ്യപ്പെട്ടു. സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VC മുരളി അധ്യക്ഷനായി. സെക്രട്ടറി CA ഗോപപ്രതാപൻ, PA മുജീബ്, KN രാജൻ, US സുനി എന്നിവർ സംസാരിച്ചു. നമ്മളെല്ലാം ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് അതിൽ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അതിൽ രാജ്യത്തിനോ സമൂഹത്തിനോ ഉപദ്രവമാകുന്ന ഏത് വിഷയമായാലും അത് ഗവൺമെൻറ് നിരോധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ മത്സ്യബന്ധന രീതി ഇവർ തുടരുന്നു? അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരിൽ ഒരു അപൂർവം ചില ആളുകളാണ്. അല്ലാത്ത പല ആളുകൾക്കും ഇതിനോട് കൃത്യമായി നിയമം നടപ്പാക്കണമെന്ന് കൃത്യമായി ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഫിഷറീസ് മേഖലയ്ക്ക് കൃത്യമായ ഒരു ഫോഴ്സില്ല. ആരാണിത് കണ്ടുകെട്ടേണ്ടത്? ഫിഷറീസ് മേഖല ഇവിടെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് പറയുന്നു, ഞങ്ങൾക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ജില്ലയിൽ ആകെയുള്ളത് 3 പോലീസാണ്. 595ഉം 600-ൽ മേലെയുള്ള മിഷൻ വെച്ച് പോകുന്ന ഈ പെലാജിക് ബോട്ടുകൾ അവരെ പിന്തുടർന്ന് ഈ നിയമലംഘനം നടത്തുമ്പോൾ എങ്ങനെയാണ് ഈ 3 ഫോഴ്സും വെച്ച് ചെറിയ ബോട്ടും വെച്ച് എങ്ങനെയാണ് ഇവർക്കിതിനെ കണ്ടുകെട്ടാൻ കഴിയുന്നത്?